ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമ്പത്തിക വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തി. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിന് സമാപനമായി. മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 138 താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ എത്തി. തുറമുഖത്തിന്റെ ട്രയൽ റണ്ണും കപ്പലിന്റെ ഔദ്യോഗിക സ്വീകരണവും നാളെ നടക്കും. രാജ്യത്തെ ലൈറ്റ് ഹൌസ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ. കീം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. വാർത്തകൾ വിശദമായി. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമ്പത്തിക വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ, നിതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻ ബറി, പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞർ തുടങ്ങിയവർ ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഈ മാസം 23-നാണ് കേന്ദ്ര ബജറ്റ്. 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണിത്. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ മാസം 10-ന് ആരംഭിച്ച സഭാ സമ്മേളനത്തിനാണ് ഇന്ന് സമാപനമായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്. 19 ദിവസം നീണ്ടുനിന്ന നിയമസഭാ സമ്മേളനത്തിനാണ് ഇന്ന് സമാപനം കുറിച്ചത്. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ ഈ സമ്മേളന കാലയളവിൽ ചർച്ച ചെയ്ത് പാസാക്കി. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട 2024-ലെ കേരള പഞ്ചായത്ത് രാജ് 2ാം ഭേദഗതി ബിൽ, 2024-ലെ കേരള മുനിസിപ്പാലിറ്റി 2ാം ഭേദഗതി ബിൽ, 2024-ലെ കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ എന്നിവയാണ് പാസാക്കിയ മറ്റ് പ്രധാന ബില്ലുകൾ. +1 സീറ്റ് പ്രതിസന്ധി, കർഷകരുടെ പ്രശ്നങ്ങൾ, മുതലപ്പുഴയിലെ അപകടം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപങ്ങളും സഭയെ സജീവമാക്കി. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരളം എന്ന് ഭേദഗതി ചെയ്യുന്നത് സംബന്ധിച്ച പ്രമേയവും സഭ ഐകകണ്ഠേന ഈ സമ്മേളന കാലയളവിൽ പാസാക്കി. മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 138 താൽക്കാലിക അധിക ബാച്ചുകൾ ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. നിയമസഭയിൽ ചട്ടം 300 പ്രകാരം പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം. മലപ്പുറത്ത് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് കോമ്പിനേഷനുകളിലായി 120 താൽക്കാലിക ബാച്ചുകളും, കാസർഗോഡ് ജില്ലയിൽ ഒരു സയൻസ് ബാച്ചും 4 ഹ്യൂമാനിറ്റീസ് ബാച്ചുകളും 13 കൊമേഴ്സ് ബാച്ചുകളും അനുവദിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കുന്നതിനായി ഗവൺമെന്റ് വിദ്യാലയങ്ങളെ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഹയർ സെക്കൻഡറി അധിക ബാച്ചുകൾ അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനത്തെ പ്രതിപക്ഷം സ്വാഗതം ചെയ്തു. ഇത് UDF-ഉം വിദ്യാർത്ഥി സംഘടനകളും നിരന്തരമായി നടത്തിയ പോരാട്ടത്തിന്റെ വിജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. കോഴിക്കോട്, പാലക്കാട്, വയനാട് ജില്ലകളിൽ കൂടി ആവശ്യമായ ബാച്ചുകൾ അനുവദിക്കണമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പലെത്തി. ലോകത്തെ 2ാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ സാൻ ഫെർണാൻഡോ മദർഷിപ്പിനെ വാട്ടർ സല്യൂട്ട് നൽകിയാണ് വിഴിഞ്ഞത്ത് സ്വീകരിച്ചത്. രാവിലെ 9:50ഓടെ ബർത്തിംഗ് നടപടികൾ പൂർത്തിയാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണും മദർഷിപ്പിന്റെ ഔദ്യോഗിക സ്വീകരണവും നാളെ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ, തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. 2 മുതൽ 3 മാസം വരെയാണ് ട്രയൽ ഓപ്പറേഷൻ നടക്കുക. സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തോടെ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യും. വിഴിഞ്ഞത്ത് നാളെ നടക്കുന്ന പരിപാടിയിലേക്ക് പ്രതിപക്ഷ നേതാവിനെയും മറ്റ് പ്രതിപക്ഷ അംഗങ്ങളെയും ക്ഷണിക്കാത്തതിനെതിരെ നാളെ UDF പ്രതിഷേധം. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധ പ്രകടനം നടത്തുമെന്ന് UDF കൺവീനർ MM ഹസൻ അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. രാജ്യത്തെ ലൈറ്റ് ഹൌസ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ. ലൈറ്റ് ഹൌസ് ടൂറിസത്തിന് പ്രോത്സാഹനം നൽകുന്നത് ലക്ഷ്യമിട്ട് മേഖലയിലെ പങ്കാളികളുമായി തിരുവനന്തപുരത്ത് ചർച്ച നടത്തുകയായിരുന്നു അദ്ദേഹം. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട്ട് രാജ്യത്തെ 203 ലൈറ്റ് ഹൌസുകളിൽ 75 എണ്ണം ഇതിനകം പുനരുദ്ധാരണം ചെയ്തു. കേരളത്തിലെ 17 ലൈറ്റ് ഹൌസുകളിൽ 11 എണ്ണം ഇതിന്റെ ഭാഗമായി നവീകരിച്ചതായും മന്ത്രി പറഞ്ഞു. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയായ കീമിന്റെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു.
79,044 വിദ്യാർത്ഥികൾ എഴുതിയ പ്രവേശന പരീക്ഷയിൽ 58,340 പേർ യോഗ്യത നേടിയതായി മന്ത്രി ആർ ബിന്ദു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യ 100 റാങ്കിൽ 87 ആൺകുട്ടികളും 13 പെൺകുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്നാണ് ഏറ്റവും അധികം പേർ റാങ്ക് പട്ടികയിൽ ഇടം നേടിയത്. നിയമപരമായി വിവാഹിതരാകാതെ ഒരുമിച്ച് താമസിക്കുന്നവർക്ക് ഗാർഹിക പീഡന നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കില്ലെന്ന് കേരള ഹൈക്കോടതി. നിയമപരമായ വിവാഹത്തിലൂടെ ഭാര്യാഭർത്താക്കന്മാർ ആയവർക്ക് മാത്രമാണ് ഈ നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുകയെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. എറണാകുളം സ്വദേശിയായ യുവാവിനെതിരെ കൊയിലാണ്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത ഗാർഹിക പീഡന കേസ് റദ്ദാക്കിക്കൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണം. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീംകോടതി ഈ മാസം 18ലേക്ക് മാറ്റി. ക്രമക്കേട് സംബന്ധിച്ച് കേന്ദ്രവും ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയും സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ എതിർകക്ഷികൾക്ക് മറുപടി ഫയൽ ചെയ്യുന്നതിന് കോടതി സമയം അനുവദിച്ചു. നീറ്റ് യുജി പരീക്ഷാഫലം സമഗ്രമായി അവലോകനം ചെയ്യുന്നതിന് IIT മദ്രാസിനെ ചുമതലപ്പെടുത്തിയതായി കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. നിർമ്മിത ബുദ്ധി മേഖലയിലെ പ്രധാന സേവന കേന്ദ്രമാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരും IBM-ഉം ചേർന്നാണ് 2 ദിവസത്തെ കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നെഹ്റു യുവകേന്ദ്രയുടെയും ഗ്ലോബൽ ഗീവേഴ്സ് ഫൌണ്ടേഷന്റെയും നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രഭാഷണ പരമ്പരയെ ആസ്പദമാക്കി സംഘടിപ്പിക്കുന്ന പ്രശ്നോത്തരിക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 17 വരെ ദീർഘിപ്പിച്ചു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും കോളേജുകൾക്കും ഓരോ വിഭാഗത്തിൽ നിന്നും 2 കുട്ടികളെ വീതം താലൂക്ക് തല മത്സരത്തിനായി അയക്കാം. താലൂക്ക് തലത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് ഡൽഹിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് അവസരം ലഭിക്കും. തിരുവനന്തപുരത്ത് ഓട്ടിസം ബാധിതനായ വിദ്യാർത്ഥിയെ സർക്കാർ സ്കൂളിൽ നിന്ന് നിർബന്ധിച്ച് പുറത്താക്കിയ നടപടിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. തിരുവനന്തപുരം DEO 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ഉത്തരവിൽ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ പൊതുപരിപാടിക്കിടയിൽ ശബ്ദമുണ്ടാക്കിയെന്നാരോപിച്ചാണ് കുട്ടിയെ പുറത്താക്കിയത്. വന അതിർത്തികളിലെ മനുഷ്യ മൃഗ സംഘർഷം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതായി CAG റിപ്പോർട്ട്. വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ പരിപാലിക്കുന്നതിലും ആനത്താരകൾ സംരക്ഷിക്കുന്നതിലും വനം വകുപ്പിന് വീഴ്ച പറ്റിയതായും നിയമസഭയുടെ മേശപ്പുറത്ത് വച്ച CAG റിപ്പോർട്ടിൽ പറയുന്നു. ഖനന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലും പോരായ്മകൾ ഉണ്ടായതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷം ഇന്നും വാക്കൌട്ട് ചെയ്തു. പ്രതിപക്ഷത്തു നിന്ന് മാത്യു കുഴൽനാടൻ ആണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. വിദ്യാർത്ഥികളുടെ കുടിയേറ്റം കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസവും തൊഴിലും തേടി വിദേശത്തേക്ക് പോകുന്നത് ആഗോള പ്രതിഭാസമാണെന്ന് മന്ത്രി ആർ ബിന്ദു മറുപടിയായി പറഞ്ഞു. സംസ്ഥാനത്തെ ഒരു സർക്കാർ ആശുപത്രിക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരമായ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. വയനാട് മെഡിക്കൽ കോളേജിനാണ് ഇത്തവണ അംഗീകാരം ലഭിച്ചത്. നേരത്തെ കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിന് 96% സ്കോറോടെ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 27 പോയിന്റ് നഷ്ടത്തിൽ 79,897-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 8 പോയിന്റ് നഷ്ടത്തിൽ 24,316-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. പവന് 160 രൂപ വർദ്ധിച്ച് 53,840 രൂപയും ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 6,730 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം കോർപ്പറേഷൻ നാളെ മുതൽ നടത്താനിരുന്ന നഗരസഭാ ജനങ്ങളിലേക്ക് പരിപാടി ഈ മാസം 20ലേക്ക് മാറ്റിയതായി മേയർ അറിയിച്ചു. പരിപാടിയിലേക്കുള്ള അപേക്ഷകൾ തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിവരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമ്പത്തിക വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തി. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിന് സമാപനമായി. മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 138 താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പലെത്തി. തുറമുഖത്തിന്റെ ട്രയൽ റണ്ണും കപ്പലിന്റെ ഔദ്യോഗിക സ്വീകരണവും നാളെ നടക്കും. രാജ്യത്തെ ലൈറ്റ് ഹൌസ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ. കീം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.